ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനാദ്യമായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 3 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 4 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇവിടെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഈ നേരത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇത് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പതിയെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.